ന്യൂ ബുക്സ്, ന്യൂ ക്ലാസ്, ന്യൂ ഡ്രീംസ്. പക്ഷേ ഒരു സത്യമുണ്ട്, ഇപ്പോൾ തൊട്ട് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ കണ്ട ആ സ്വപ്നം വെറുതെ പാഴായി പോവില്ല. സോ യു ക്യാൻ ഡു ഇറ്റ് വെൻ യു സ്റ്റാർട്ട് നൗ. സോ ഇപ്പോൾ തന്നെ നമ്മൾക്കത് സെറ്റാക്കാം. ഒരു പെർഫെക്റ്റ് ടൈം ടേബിൾ ഫോർ ക്ലാസ് 8 തൊട്ടിട്ട് +2 വരെയുള്ള എല്ലാ സ്റ്റുഡൻസിനും പറ്റുന്ന ഒരു ടൈം ടേബിളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഡെയിലി 2 hour മാത്രം മതി, ബട്ട് അത് സ്മാർട്ടായി വേണം എന്ന് മാത്രമേ ഉള്ളൂ. സോ ലെറ്റ്സ് പ്ലാൻ യുവർ ബെസ്റ്റ് ഇയർ. സോ ഹലോ ഗൈസ്, ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ആൻഡ് ന്യൂ അക്കാഡമിക് ഇയർ ഇസ് ഈക്വൽ ടു ന്യൂ ചാൻസ് ടു ബി എ ടോപ്പർ എന്നല്ലേ? ലാസ്റ്റ് ഇയറിൽ മാർക്സ് കുറഞ്ഞത് അങ്ങ് മറന്നാൾ. ഇനി നമ്മൾക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചിന്തിക്കേണ്ടത്, ആൻഡ് അതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതും. സോ ഇപ്പോൾ തൊട്ട് കറക്റ്റ് ട്രാക്കിൽ കയറിയാൽ നമ്മൾ ഈ അക്കാഡമിക് ഇയറിൻ്റെ റിസൾട്ട് സെറ്റ് ലെവൽ ആക്കാം. അപ്പോൾ സീറോ കൺഫ്യൂഷൻ ആണെങ്കിൽ അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. സോ ഇപ്പോൾ തുടങ്ങിയാൽ ഡിസംബറിൽ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. ഇപ്പോൾ ഡിലേ ചെയ്താൽ നിങ്ങൾ മാർച്ചിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. സോ ചൂസ് ചെയ്, പാനിക് ഓർ പ്ലാൻ. സോ നിങ്ങൾ പ്ലാൻ ആണ് എടുത്തതെങ്കിൽ, സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഐ ആം റെഡി ടു ബിൽഡ് ഓർ ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് കമൻറ്റ് ബോക്സ് ചെയ്യൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 5:30 വേക്കപ്പ് ടൈമാണ്, ആൻഡ് 5:30 to 5:45 വരെയുള്ള ആ ടൈമിൽ നിങ്ങൾക്ക് ഫ്രഷ് ആവാം. ആൻഡ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കിടന്നിട്ടുള്ള ബെഡൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. ആൻഡ് പിന്നെ പ്രെയറാണ്, അതൊരു 5:45 to ഒരു 5:50 വരെയൊക്കെ ചെയ്യാം. ആൻഡ് പിന്നീട് എക്സസൈസാണ് 5:50 to 6:15 വരെയാണ്. ഒരു ലൈറ്റായിട്ടുള്ള സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക ജസ്റ്റ്. ആൻഡ് പിന്നീടാണ് നിങ്ങളുടെ സ്റ്റഡി സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അപ്പോൾ നിങ്ങൾ കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റ്സ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, ബിക്കോസ് നമ്മുടെ ബ്രെയിൻ അപ്പോഴാണ് കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ടൈം, മോർണിംഗ്. അപ്പോൾ മാത്സ്, സയൻസ് തുടങ്ങിയ സബ്ജക്റ്റ്സ് ഒക്കെ പഠിക്കാം. അതൊരു 6:15 to 7:30 വരെയാണ്. ആൻഡ് 7:30 to 8:15 വരെ നിങ്ങളുടെ ബാത്തും ബ്രേക്ക്ഫാസ്റ്റ് ടൈമുമാണ്. ആൻഡ് 8:15 to 4 o'clock വരെ സ്കൂൾ ടൈമാണ്. സോ പലവർക്കും സ്കൂൾ ടൈമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈമൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ആൻഡ് ആഫ്റ്റർ ഗെറ്റിംഗ് ബാക്ക് സ്കൂൾ, റെസ്റ്റ് പ്ലസ് നിങ്ങളുടെ ടീ ടൈം ഒക്കെയാണ്. അതൊരു 4 to 5 o'clock വരെയാണ്. ആൻഡ് പിന്നെ നിങ്ങൾക്ക് പ്ലേ ടൈം ഓർ നിങ്ങൾക്ക് ഫോൺ നോക്കണേ അത് നോക്കാം, നിങ്ങളുടെ ഹോബീസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ടൈമാണ്. അല്ലെങ്കിൽ സ്പോർട്സ് ഉണ്ടെങ്കിൽ കളിക്കാൻ പോകുന്നവരൊക്കെയാണ് ആ ഒരു ടൈം യൂസ് ചെയ്യുക. അതൊരു 5 to 6 o'clock വരെയാണ്. ആൻഡ് പിന്നീട് 6 to 7:30 വരെ ഹോംവർക്ക് സെഷനാണ്, പിന്നെ റിവിഷനാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ അത് ചെയ്യാം. ആൻഡ് 7:30 to 8:15 വരെ നിങ്ങൾക്ക് ഡിന്നർ പ്ലസ് ഫാമിലി ടൈമാണ്. കുറച്ച് നേരം ടൈമൊക്കെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ ഡിന്നറൊക്കെ കഴിക്കാവുന്നതാണ്. ആൻഡ് പിന്നീട് 8:15 to 9:45 വരെ സ്റ്റഡി സെഷനാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് 9:45 to 10 o'clock വരെ നാളത്തേക്കുള്ള കാര്യങ്ങൾ ടു ഡു ലിസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ജേർണലിങ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള ഡയറീസൊക്കെ എഴുതാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് കറക്റ്റ് 10 o'clockന് സ്ലീപ്പാണ്, ബിക്കോസ് 8 hour മസ്റ്റാണ് സ്ലീപ്പ്. കാരണം നമ്മൾ എത്ര പഠിക്കാൻ വേണ്ടി സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ നമ്മൾ എത്ര പഠിച്ചാലും നമുക്കത് ബ്രെയിന് റീകോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ മെമ്മറിയൊക്കെ വേണമെങ്കിൽ നമുക്ക് 8 hour മസ്റ്റാണ് സ്ലീപ്പ്. ആൻഡ് ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ, ബിക്കോസ് നമ്മൾ പഠിക്കുന്ന ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒരു ബോട്ടിൽ നിറച്ച് വെച്ച് നമ്മുടെ സ്റ്റഡി ടേബിളിൽ വെക്കാവുന്നതാണ്. ആൻഡ് അത് തീർന്നു പോയാൽ നമുക്ക് റീഫില്ലൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യാം. ആൻഡ് ഇതാണ് നമ്മുടെ ഒരു ടൈം ടേബിൾ. ഒരു 8ാം ക്ലാസ് തൊട്ടിട്ട് +2 വരെയുള്ള കുട്ടികൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ടേബിളാണ് ഇത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ ഒരു ടൈം ടേബിൾ നമ്മൾ സ്കൂളിൽ ഉള്ള ഒരു ദിവസത്തെ ടൈം ടേബിളാണ്. ഇനിയിപ്പം സ്കൂൾസിൽ ലീവ്സ് ഉള്ള ഡേയ്സിൽ നിങ്ങൾക്ക് ടൈം ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നേരെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.